മെയ് 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. പ്ലസ് ആണ് UDF 100+. എഴുതി വെച്ചോ, 100+. ഞാൻ പോളിംഗ് കൂടി കഴിയുമ്പോ ഒന്നുകൂടി പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. ഒരു ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയം, ഒരു ഡസൻ. 100+ ആണ്. സുഹൃത്തുക്കളെ, ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ വാക്കുകളായിരുന്നു നമ്മൾ കേട്ടത്. ഒന്ന് പിണറായി വിജയന്റെയും ഒന്ന് VD സതീശന്റെയും. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തന്നെയായിരുന്നു. 100+ നേടുമെന്നാണ് രണ്ടുപേരുടെയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരല്പം തരി കൂടുതൽ ആത്മവിശ്വാസം കൂടി സംസാരിച്ച, ഒരു പക്ഷേ ഈ വോട്ട് എണ്ണുന്നവരെ ആത്മവിശ്വാസം കൂടി സംസാരിച്ചത് VD സതീശനും കൂട്ടരും തന്നെയാണെന്നൊക്കെ പറയേണ്ടി വരും. LDF ക്യാമ്പ് ആ ഒരു വോട്ട് എടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ, അതായത് ഇത് പെട്ടിലായ ദിവസം മുതൽ നിശബ്ദരായിരുന്നു. പരാജയം അന്നു മുതലേ മണത്തിരുന്നു. പക്ഷെ എങ്ങനെ പരാജയപ്പെടും, ഇതുപോലെ അടപടലം മൂഞ്ചിപ്പോകുമോ എന്നൊന്നും അവരൊരു തരത്തിലും ചിന്തിച്ചു കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സമയത്താണ് എനിക്ക് സനീഷ് എന്ന് പറയുന്ന ആ ന്യൂസ് മലയാളത്തിലെ ചങ്ങാതി അന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. നിങ്ങൾ അതൊന്ന് കണ്ടുവെക്കണം കേട്ടോ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. UDF നാളെ വിജയിക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, UDFന്റെ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ ഊർജം എന്നത് വളരെ വളരെ വ്യക്തമായിരുന്നു. അതായത് 10 വർഷമായിട്ട് ഭരണമില്ല എന്ന ഒരു സാഹചര്യം അവരെ മൂഡ് ഓഫ് ആക്കി കളയല്ല ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് ഏത് വിധേനയും ഞങ്ങൾ നേടും എന്ന വലിയ ആവേശത്തോടെ പ്രവർത്തിക്കാൻ അവർ പ്രേരിപ്പിക്കുക ചെയ്തത്. നേതാക്കൾ അതിനൊത്തു തന്നെ നിന്നു. നേതാക്കൾ നല്ല വിജയപ്രതീക്ഷ കൊടുത്തു, നന്നായിട്ട് എല്ലായിടത്തും നിന്നു. നല്ല സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. ഒരുപാട് പുതിയ ചെറുപ്പക്കാരെ അവർ അവതരിപ്പിച്ചു. നല്ല ധീരതയോട് കൂടിയിട്ട് തെരഞ്ഞെടുപ്പ്. ഇതായിരുന്നു അന്ന് സനീഷിന്റെ ഒരു പ്രവചനം. എന്തായാലും UDF ജയിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, ഒരു 10 വർഷത്തെ ഭരണമില്ലായ്മ എന്ന് പറയുന്നത് അവരൊരു വിധത്തിൽ നാശമാക്കി കളഞ്ഞിരുന്നു. അപ്പോഴാണ് ഇത്തവണ കൂടി ജയിച്ചിട്ടില്ല എങ്കിൽ BJP ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഇന്ത്യ. അത് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും UDF മുൻകൂട്ടി കണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പരാജയപ്പെടേണ്ടത് LDF തന്നെയാണെന്ന് വരും. ഇനി വേണമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ന്യായീകരണം ഞാൻ പറഞ്ഞു വയ്ക്കാം. ഇത് അങ്ങനെ തന്നെ കൂട്ടി മതി. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ന്യായീകരണമാണ്. ആരൊക്കെ അത് പറഞ്ഞു എന്നറിയില്ല. ഒരു തരത്തിൽ ഇത്തവണ LDF ജയിച്ചത് നന്നായി എന്നാണ് ഒരു ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഞാൻ പറയുന്നത്. കാരണം ഇത്തവണ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇത്തവണ അധികാരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയാണ് കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണോ സാമ്പത്തികമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണമായതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ അത്ര വരപ്പിച്ചത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ്, അത് ഒന്നുകൂടി ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറയുകയും ചെയ്തു. വലതായാലും ഇടതായാലും മുള്ളിന്റെ മുകളിൽ നിന്ന് ഭരിക്കേണ്ടി വരും എന്നുള്ള വാക്ക് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ കൂടി LDF വന്നാൽ ആ വരുന്ന 10 വർഷമുണ്ട്, ആ ഒരു 5 വർഷമുണ്ടല്ലോ, അതിഭീകരമായിട്ട് ഇടതുപക്ഷത്തെ വെറുക്കുന്ന രീതിയിൽ ഭരണം മാറും. എന്തുകൊണ്ട് മാറും? തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, സാമ്പത്തികമായിട്ട് തകരുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറുമെന്നുള്ളതാണ് നിസ്സംശയം പറയാൻ കഴിയുക. അങ്ങനെ കേരളം മാറുകയാണെങ്കിൽ ഇവിടെ BJPക്കാർ അത് പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക, ഇവിടേക്ക് പണം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവർ ചെലവഴിക്കുന്നില്ല എന്ന രീതിയിലായിരിക്കും. എന്നാൽ പണം കിട്ടുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യ ബോധ്യത്തോട് കൂടിയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷത്തിന് സാധിക്കില്ല. കാരണം തീവ്ര വലതുപക്ഷത്തിന്റെയും തീവ്ര BJPക്കാരൻ കയ്യിലായിട്ടുണ്ട് ഒട്ടുമിക്ക മാധ്യമങ്ങളും. എന്നുകൊണ്ട് തന്നെ പല വാർത്തകളും ഇവരെയൊന്നും മുമ്പിലേക്ക് എത്താൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ പരിപൂർണമായിട്ടും അപാരമായിട്ടും ഒരു കാലഘട്ടത്തിലും ഇവിടെ ഇടതുപക്ഷം ഒരു തരത്തിലും വരാത്ത രീതിയിൽ വെറുത്ത് കളയും ഇവിടുത്തെ ജനത എന്നുള്ളതാണ്. ഈ വെറുപ്പ് ഉണ്ടാക്കപ്പെടുന്നത് ഇടതുപക്ഷം എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടല്ല, ഇടതുപക്ഷത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, സാധിപ്പിക്കാത്തതും കൂടി കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ എന്റെ ന്യായീകരണം അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് സനീഷിലേക്ക് കടക്കാം. ഒരു ലീഡർഷിപ്പിനെ നമ്മൾ കണ്ടു. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ VD സതീശൻ അത് വലിയ നേതൃപരമായിട്ട് പങ്കുവഹിച്ചു എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പൊ പല ഫ്ലക്സുകളിലും നിലപാടുകളുടെ രാജകുമാരൻ എന്ന് അദ്ദേഹത്തെ എഴുതി വെച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ടാഗ് ലൈൻ അങ്ങ് വരികയാണ്. പക്ഷേ ശരിക്കും
അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അത്ര ഒരു ടാഗിന് പോസിറ്റീവായിട്ട് അർഹതയുള്ള ആൾ തന്നെയാണ് വി ഡി സതീശൻ. നല്ല നിലപാടാണ്. ഇപ്പൊ പി വി അൻവറിന്റെ കാര്യത്തിൽ നിലമ്പൂർ എടുത്തു. പി വി അൻവർ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന തൊട്ട് സതീശൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമേ ഉണ്ടായില്ലല്ലോ. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിനൊരു മാറ്റമേ ഉണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വി ഡി സതീശന്റെ ലീഡർഷിപ്പ്, കെ സി വേണുഗോപാലിന്റെ പുറത്തു നിന്നുള്ള ആ തരത്തിലുള്ള ഇടപെടൽ, രമേശ് ചെന്നിത്തല ഉണർന്നെഴുന്നേറ്റ് വന്നത്, പിന്നെ താഴെ തട്ടിലെ സാധാരണ കോൺഗ്രസ്സുകാരൻ, അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ പല സുഹൃത്തുക്കളും ഈ ഒരു ഇലക്ഷനിലാണ് എൻ്റെ പല സുഹൃത്തുക്കളും കോൺഗ്രസ്സുകാരായിട്ടുള്ള പല സുഹൃത്തുക്കളും ഉണർന്ന് പ്രവർത്തിക്കുന്ന കണ്ടിട്ടില്ല. എൻ്റെ സലാം എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്, ബിജു പ്രസാദ് എന്ന് പറയുന്ന സുഹൃത്തുണ്ട്. അവരൊക്കെ കോൺഗ്രസ്സുകാരാണ്. ഇത്ര കാലത്തിൽ ഞാൻ അവരിങ്ങനെ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നതും സോഷ്യൽ മീഡിയയിൽ ശക്തമായി നിൽക്കുന്നതും കണ്ടിട്ടില്ല. പലപ്പോഴും ഞാൻ ഈ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ചില പോസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് താഴ്ത്തു വന്നിട്ട് എന്നെ തെറി പറയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുറവിളി കൂട്ടുന്ന ആളുകൾക്ക് ബിജു പ്രസാദും സലാമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അത്രയ്ക്ക് ശക്തമായിട്ട് ഏറ്റവും താഴേക്കുള്ള ആളുകളടക്കം ഇവർക്ക് വേണ്ടിയിട്ട്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പല ഭാഗത്തും കോൺഗ്രസ് ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടില് കോൺഗ്രസ്സുകാര്, യുവാക്കളായിട്ടുള്ള ആളുകൾ, ചെറുപ്പക്കാര്, സ്ത്രീകളും പെൺകുട്ടികളും പുരുഷന്മാരും എല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഉണർന്നെഴുന്നേറ്റു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുമെന്ന് ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുമ്പോൾ, പന്തലിടുമ്പോൾ, പായസം വെക്കുമ്പോൾ അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ ഈ പുറത്ത് വിസിബിൾ ആയിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേ ഇല്ല. ഇപ്പൊ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധർമ്മടത്ത് പിണറായി വിജയനെ പോലും ഞങ്ങൾ തോൽപ്പിക്കും എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വെറുതെ കയറ്റി പറയല്ല, അവർ ശരിക്കും വിശ്വസിച്ചുകൊണ്ട് പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ഞാനതിനെ തള്ളിക്കളയുമ്പോൾ തന്നെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ തവണ 50-ൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു 10-ലേക്ക് താഴുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു സൈനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ്സുകാർ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ പിണറായി വിജയനൊക്കെ ഗംഭീരമായിട്ട് പരാജയപ്പെടുമായിരുന്നു ധർമ്മടത്തിൽ. ഇറങ്ങി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായാൽ പിന്നീട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ ആളുടെ എണ്ണം കൂടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരവാഹിത്വത്തിലേക്ക് വന്നവരുടെ തന്നെ എണ്ണം കൂടും. പ്രാദേശികമായി പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം വല്ലാതെ കൂടി. അതുവരെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഗണ്യമായി വർദ്ധിച്ചു. അപ്പൊ താഴെത്തട്ടിൽ നേതാക്കന്മാരാണ്, ചെറുകിട നേതാക്കന്മാർ ധാരാളം പ്രവർത്തിക്കാനുണ്ടാകും എല്ലാ സ്ഥലത്തും. അവരവരുടെ ആളുകളെ ഒപ്പം കൂട്ടും. അപ്പൊ അങ്ങനെ അതിനൊരു വലിപ്പം കൂടി. ഇത്തവണത്തെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വലിപ്പം കൂടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ വലിയ വിജയം കൂടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് സനീഷും ഹർഷൻ കൂടി കുറച്ച് എന്താ പറയുക ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെ നടത്തിയ ചർച്ചയാണ്. ഇപ്പോഴാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രത്തോളം വ്യക്തമായിട്ടാണ് ഈ രണ്ടുപേരും കാര്യത്തെ പറ്റിയിട്ട് വൃത്തിയായിട്ട് കണ്ടറിഞ്ഞെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും ഇടതുപക്ഷം അർഹിക്കുന്നതാണോ ഈ ഒരു പരാജയം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഒരു വലതുപക്ഷക്കാരനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരു വീഡിയോയിലൂടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പറയാം എന്തുകൊണ്ട് പാർട്ടി തോറ്റു. പക്ഷെ അങ്ങനെ പാർട്ടി തോറ്റു എന്ന് പറയുമെങ്കിലേ ഒരു ഇടതുപക്ഷക്കാരനായിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞ പോരാ, ഒരു വലതുപക്ഷക്കാരനായിരുന്നിട്ട് ആലോചിച്ച് വർത്തമാനം പറയണം. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കാം. മെയ് 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അഭിവാദ്യങ്ങൾ.